ടെക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലാച്ചറിൽ ഉപയോഗിച്ചിട്ട് വീട്ടിലെ മാസ്റ്റർ കൺട്രോൾ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. സാധാരണയായിട്ട് വീടുകളിൽ മാസ്റ്റർ കൺട്രോൾ ചെയ്യുന്നത് 1 വേ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ മാസ്റ്റർ കൺട്രോൾ ഓൺ ചെയ്തത് ആ സ്വിച്ച് തന്നെ നമ്മൾ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുമെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള ലൈറ്റുകളൊക്കെ ഓഫായിട്ട് വരികയുള്ളൂ. ലാച്ചറിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഉണ്ട് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ 3 സ്ഥലങ്ങളിലായിട്ടാണ് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ ഈ കാണുന്ന സ്ഥലത്ത് ഒരു ഇൻഡിക്കേറ്ററും ഒരു ബെൽ പുഷും വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനടുത്തുള്ളൊരു ബെഡ്റൂമിൽ ബെഡ് സ്വിച്ചിൽ തന്നെ ഒരു ബെൽ സ്വിച്ചും ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ മറ്റൊരു റൂമിലും നമ്മൾ ഇതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ബെൽ പുഷും കൺട്രോളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ റൂമിലും അപ്പോൾ നമുക്ക് ഈ ഒരു റൂമിൽ നിന്നിട്ട് നമുക്ക് മാസ്റ്റർ കൺട്രോൾ ലാച്ചറിൽ നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം. ബെൽ പുഷ് അമർത്തുന്നതോടുകൂടി അതിനടുത്തുള്ള ഇൻഡിക്കേറ്ററും ഓണാകും. ഓണാകുന്നതോടുകൂടി നമ്മുടെ ഔട്ട് സൈഡിലുള്ള എല്ലാ ലൈറ്റുകളും മാസ്റ്റർ കൺട്രോളിലുള്ള എല്ലാ ലൈറ്റുകളും ഓണാകും. അതുപോലെ തന്നെ എവിടെയെല്ലാം ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഓണായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിലവിൽ നമ്മൾ ഈ റൂമിൽ നിന്നല്ല മാസ്റ്റർ കൺട്രോൾ ഓൺ ചെയ്തത്, അപ്പുറത്തെ റൂമിൽ നിന്നാണ് ഓൺ ചെയ്തത്. നമുക്ക് ഈ റൂമിൽ നിന്ന് നമുക്കത് ഓഫ് ചെയ്ത് നോക്കാം. ഒരു ബെൽ പുഷ് ഒരു തവണ പ്രസ് ചെയ്താൽ നമുക്ക് ആ ലാച്ചറിൽ അത് ഓഫായി നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഓഫായി പുറത്തുള്ള ലൈറ്റുകളൊക്കെ ഓഫാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഓഫായി, അതോടുകൂടി തന്നെ എല്ലാ ലൈറ്റുകളും ഓഫായി. നമുക്കിനി ഈ റൂമിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഹാളിൽ വന്നിട്ട് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. നമ്മൾ എവിടെയെല്ലാം മാസ്റ്റർ കൺട്രോളിൽ ബെൽ പുഷ് വെച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. ഓക്കെ, ഇത് തന്നെയാണ് ഈ ലാച്ചറിലയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സാധാരണ മറ്റ് 1 വേ സ്വിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ഓൺ ചെയ്തത് അവിടെ വന്നിട്ട് തന്നെ നമുക്ക് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന ഒരു സൗകര്യം ഈ ലാച്ചറിലയിലുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പകൽ സമയങ്ങളിലൊക്കെ ഓണായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഒരു അലേർട്ട് തരും. കാരണം അത് നല്ല തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും ഓണാണോ ഓഫാണോ എന്നുള്ളത്. ഈ കാണുന്നത് സ്നൈഡർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ലാച്ചറിലെയാണ്. ഇത് പല കമ്പനിയിലും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് കറക്റ്റ് ഒരു MCBയുടെ സൈസ് നമുക്ക് കറക്റ്റ് DBയിൽ നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അത് MCB എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് DBയിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ആയിട്ട് പറയാനുള്ളത്. ടോട്ടലായിട്ട് ഇതിന് 4 പോളുകളാണുള്ളത്. മുകളിൽ 2 പോളും അതുപോലെ തന്നെ താഴെ 2 ബോളുകൾ. അതിൽ പ്രത്യേകം നമ്പർ ചെയ്തിട്ടുണ്ട്. 1 A1 A2 2 എന്ന് പ്രത്യേകം നമ്പർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ട്രിഗറാണ്. ഇത് ഓൺ ഓഫ് ആവുന്ന ഒരു ട്രിഗറാണ്. അതുപോലെ തന്നെ അതിനടുത്ത് ഓട്ടോ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബട്ടൺ കൂടിയുണ്ട്. അത് ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമുക്ക് ഈ ലാച്ചറിൽ നമുക്ക് പ്രവർത്തിക്കും. അതെല്ലാം ഓഫിലിട്ട് കഴിഞ്ഞാൽ ഇത് ഓഫ് പൊസിഷനിലും നമുക്ക് നിൽക്കും. ആ സമയങ്ങളിൽ ഈ ട്രിഗർ ഓൺ ഓഫായിട്ട് നമുക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. MCBയിൽ നമ്മൾ എങ്ങനെയാണോ വയർ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലും വയർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ലൈനിലുള്ള ഫേസ് വയറാണ് നമ്മൾ 1ൽ കൊടുക്കേണ്ടത്. A1 സൂചിപ്പിക്കുന്നത് നമ്മൾ ബെൽ പുഷിൽ നിന്നും ഔട്ട് വരുന്ന പൾസ്. ആ പൾസ് നമ്മൾ കൊടുക്കേണ്ടത് A1 എന്ന പൊസിഷനിലാണ് കൊടുക്കേണ്ടത്. അതായത് ബെൽ പുഷിൽ നിന്നും ഔട്ട് വരുന്ന ആ ഒരു വയർ നമ്മൾ കൊടുക്കേണ്ടത് A1 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ A2 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ബോളുകൾ കൂടി അവിടെയുണ്ട്. അതിൽ A2 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ ലൈന് A2ൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് മാസ്റ്റർ സ്വിച്ചിലേക്ക് പോകുന്ന, അതായത് മാസ്റ്റർ കണക്ഷനുള്ള ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള 2 വേ സ്വിച്ചിലേക്ക് പോകുന്ന ലൈന് നമ്മൾ കൊടുക്കേണ്ടത് 2വിലാണ്. 1ൽ കൊടുക്കുന്ന ഫേസ് നമുക്ക് ഔട്ടായിട്ട് കിട്ടുന്നത് 2വിലൂടെയാണ് കിട്ടുന്നത്. അത് നമ്മൾ നേരെ നമ്മുടെ 2 വേ സ്വിച്ചിൻ്റെ കണക്ഷനിലേക്ക് കൊടുക്കുന്ന വയർ നമ്മൾ 2വിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഡയഗ്രാം ഞാൻ ഇതിൻ്റെ വീഡിയോക്ക് ലാസ്റ്റ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക.
ഞാൻ സാധാരണയായിട്ട് പൈപ്പ് ലൈൻ ചെയ്യുമ്പോൾ ലാച്ചറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പൈപ്പ് ചെയ്തിട്ട് അതിലൂടെ 4 വയറുകൾ നമ്മൾ ഇൻഡിക്കേറ്റർ വെക്കുമ്പോൾ 4 വയർ കറക്റ്റായിട്ട് എല്ലാ കൺട്രോളിലേക്കും നമ്മൾ എത്തിച്ചിട്ട് അത് നേരെ ഡി ബിയിലേക്ക് റിംഗ് ആയിട്ട് കൊണ്ടുവരാറാണ് ചെയ്യാറ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വേറെ ഏത് രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ലാച്ചറിൽ ഡി ബിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഓൺ പൊസിഷനും ഓഫ് പൊസിഷനൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ ട്രിഗർ മുകളിലോട്ടും താഴോട്ടും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സമ്പൂർണ്ണ ഒരു ഡയഗ്രാം ഇതിനെ വീഡിയോക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് വയർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം തന്നെയാണത്. ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് പ്രവർത്തിപ്പിക്കാം, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വെക്കാതെ നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ ഡയഗ്രാം ഇതിനെ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബെൽ പുഷിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കും. അത് നല്ലൊരു സൗകര്യമാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വെക്കാത്ത ഡയഗ്രാം ഇതിനെ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.